എനിക്കും സന്തോഷമായെങ്കിലും ഒരല്പസമയം കൂടെ നമുക്ക് വചനത്തിൽ നിന്ന് ധ്യാനിക്കണമല്ലോ. ദൈവത്തിന് മാത്രം. റാഹേലിന്റെ കണ്ണുനീരിന്റെ പ്രതിഫലം. അതുകൊണ്ടാണ് ഒരു ചാൻസും ഇല്ലാത്ത ബെന്യാമീൻ ഗോത്രത്തിന്റെ രാജാവിനെ ആക്കി കൊടുത്തു. ദൈവത്തിനെല്ലാം ഈ നിയമങ്ങളുണ്ട്. ഇസ്രായേൽ നിലവിളിക്കുകയും ചെയ്തു. ഈ പ്രാർത്ഥന ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇവരുടെ സമ്മർദ്ദം. യഹൂദ ഗോത്രത്തിൽ നിന്ന് ആ രാജാവ് പറയുന്നത് വന്നില്ല. അതിനാണ് യഹൂദയിൽ നിന്ന് വരാഞ്ഞത്. അവകാശമുള്ളവൻ വരുമ്പോഴും ചെങ്കോൽ യഹൂദയിൽ നിന്നാണ് വരേണ്ടത്. പക്ഷെ വന്നില്ല, വരാനൊക്കത്തില്ല. ഒറ്റവാക്കി പറയാം, യഹൂദയിൽ നിന്ന് രാജാവ് വരാറുന്നതിന്റെ കാരണം യഹൂദയെ കൗലിടയൻ കയറി. ഈ ഗോത്രത്തിൽ കൗലിടയൻ കയറി, യഹൂദ ഗോത്രത്തിൽ. ഇവര് ബെഥേലിലേക്ക് വന്ന് പാർത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രൂപേനൊരു പാപം ചെയ്തു. അത് പോട്ടെന്നല്ല, നമുക്കിപ്പോൾ അത് വിഷയം എടുക്കണ്ട. അവിടെ പറഞ്ഞുണ്ട്, ഇവർ ചെയ്ത കാര്യം ഇസ്രായേൽ കേട്ടാണ്. 35-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ പദം മാത്രം വായിക്കണം. അതൊന്നും വായിക്കരുത്, ഞാൻ ഒടുവിലത്തെ പദം മാത്രം വായിക്കാനില്ല പറഞ്ഞേ. മതി, അത്ര കേട്ടാൽ മതി. എനിക്ക് ഇസ്രായേൽ അത് മതി. ബാക്കിയൊക്കെ സമയം കിട്ടുക, അല്ലെങ്കിൽ വീട്ടിൽ പോയിരുന്ന് വായിക്കുകയോ ധ്യാനിക്കുകയോ. അവിടെ വായിക്കുന്നത് ഇസ്രായേലാണ് കേട്ട് എന്ന് പറഞ്ഞാൽ നല്ല കേൾവിയല്ല, ആത്മീയ വർധന വരുത്തുന്ന ഒരു കേൾവി അല്ല, സഭയ്ക്ക് ഉണർവുണ്ടാക്കുന്ന ഒരു കേൾവി അല്ല, കുടുംബത്തിന് മാന്യത ഉണ്ടാക്കുന്ന ഒരു കേൾവി അല്ല. ബ്ലസൻ അഭിഷേകം പ്രാപിച്ചു, അതൊരു നല്ല കേൾവിയാണ്. നമ്മുടെ സഭയിലെ ബ്ലസൻ കുടിച്ച് ഓടെ കിടക്കും. ഇതിലേത് കേൾവിയാ സഭയ്ക്ക് നല്ലത്? അച്ഛാ എന്തെങ്കിലും അഭിഷേകം പ്രാപിച്ചെന്നുള്ളത് പ്രാപിച്ചതല്ലേ? സ്തോത്രം. തങ്കമാമ ആത്മാവിൽ ബലപ്പെടുന്നു, നല്ല കേൾവി. ഈ സഭയിലെ മുഴുവൻ പ്രശ്നത്തിന് ഉത്തരവാദി തങ്കമാമയുടെ നുണയും കൊതിയാണ്. ഇതിലേത് കേൾവിയാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു. കൊച്ചമ്മ പറ, നല്ല കേൾവിയാണ്. ആ സഭയിലെ ഇന്ന അച്ചായൻ സഭയ്ക്ക് പ്രയോജനമാണ്. ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും കൂട്ടായ്മയ്ക്ക് വരികയും നല്ല കേൾവി. ആ പള്ളിക്ക സഭയിലുള്ള അവറാച്ചന ബ്ലേഡ് ഒരു നല്ലൊരു കേൾവിയല്ല. ഉദാഹരണമാണ് പറഞ്ഞത്, നിങ്ങൾ എന്നെ സൂക്ഷിച്ചു നോക്കുമല്ലോ. ഇസ്രായേൽ അത് കേട്ടു, കേൾക്കാൻ പാടില്ലാത്തത് കേൾപ്പിച്ചു. വേറെ ഇവൻ രഹസ്യത്തിലാ ചെയ്തത്, പക്ഷെ എല്ലാവരും കേട്ടു. കേട്ടു. ഈ 35-ാം അധ്യായത്തിൽ രൂപേൻ ഇങ്ങനെ ചെയ്യും. 38-ാം അധ്യായത്തിലാണ് യഹൂദയ്ക്കുള്ള മഴപ്പടി. 38-ാം അധ്യായത്തിൽ യഹൂദയുടെ പരിമതിയാണ്. 38-ന്റെ വായിക്കുന്നത്, അക്കാലത്ത് യഹൂദ സഹോദരന്മാരെ വിട്ട് ഹീരാമെന്ന് പേരുടെ അതുല്യാമിന്റെ അടുക്കൽ ചെന്ന് ഷൂവ എന്ന് പേരുടെ തന്റെ മോളെ കെട്ടി 3 പിള്ളേര് ജനിച്ചു. ഓനാൻ ശേല. 7 പ്രായമായപ്പോ തിമ്മനക്കാരി പെൺകുട്ടി താമാറിനെ കെട്ടി. അവൻ ചത്തുപോയപ്പോ അവന്റെ അനിയൻ ഓനാൻ ദേവരധർമ്മം അനുസരിച്ച് അവൻ കെട്ടി, അവനും മരിച്ചു. പിന്നെ ഒരുത്തൻ ശേലായി, അവനവനെ പ്രായവുമായില്ല. അപ്പൊ യഹൂദ മരുമകളാകുന്ന താമാറിനോട് പറഞ്ഞു, പക്ഷേ യവന് പ്രായമായില്ല, അതുകൊണ്ട് നീ വീട്ടിൽ പോയി നിൽക്കുക. ഏതായാലും 2 ചത്തു, ഇതിനെ നിനക്ക് തന്നെ തരിക, ജീവിച്ചാലും ചത്താലും നീ വീട്ടിൽ പോയി നിൽക്കണം. ശേല പ്രായമാകുമ്പോൾ ഇവനെയും നിനക്ക് ഭർത്താവായിട്ട് തരും. അമാവിയപ്പനാകുന്ന യഹൂദ മരുമകളാകുന്ന താമാറുമായിട്ടൊരു ഉടമ്പടി എന്ന് ചെയ്തു.
അമ്മായിയപ്പന്റെ വാക്ക് വിശ്വസിച്ച് താമാർ വീട്ടിൽ പോയി. വൈദ്യുതി വസ്ത്രമൊക്കെ ധരിച്ചു നിൽക്കുന്നു. പക്ഷെ ശേല പ്രായമായിട്ട് ഈ അമ്മായിയപ്പൻ ഇവനെ അവർക്ക് ഭർത്താവായിട്ട് കൊടുത്തില്ല. 38-14 വായിച്ചു. ശേല പ്രാപ്തിയായിട്ട് തന്നെ അവന് അവർക്ക് തന്നെ അവനെ ഭാര്യയായിട്ട് കൊടുത്തില്ല എന്ന് ആര് കണ്ടു? താമാർ കണ്ടു. അവളോടനെ കണ്ടിട്ട് വൈദ്യുതി വസ്ത്രമെല്ലാം മാറ്റി ഒരു മൂടുപടമെല്ലാം ഇട്ട് തിമിനേറ്റ് പോകുന്ന വഴിയരികെ എനയും പട്ടണത്തിന്റെ ഗോപുരത്തിന്റെ വാതിക്കൽ ഇരുന്ന്. ഇനി വായിക്കണ്ട, നിങ്ങൾക്ക് വേദപുസ്തകം വായിക്കുന്നവർക്ക് ആ ചരിത്രം അറിയാം. ശേല പ്രായമായിട്ടും കല്യാണം നടത്തുന്നില്ല. ഈ മാതാപിതാക്കളോട് ഒരു കാര്യം പറയാം. കുഞ്ഞുങ്ങള് പ്രായമാകുമ്പോൾ അവർക്ക് വിവാഹം ആലോചിക്കണം. നമ്മുടെ പ്രാപ്തി നിലയനുസരിച്ച്, അല്ലാതെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് അപ്പൊ പിന്നെ അങ്ങനെയൊന്നും ആലോചിക്കാതില്ല. കൊച്ചുങ്ങൾ തന്നെ എല്ലാം ആലോചിച്ച് എല്ലാം വെച്ചിരിക്കുക. പിന്നെ അവര് നമ്മളോട് കല്യാണ ദിവസം പറയുകയാണെങ്കിൽ നമുക്ക് വേണേ പോയെന്ന് നിങ്ങൾ പറയാൻ തരും. അങ്ങനെയൊക്കെ വലിയ മഹാമാന്യം. ഞാൻ എൻ്റെ മോൻ്റെ കല്യാണത്തിന് കൂടി കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വല്ലാത്ത കാലമാണ്. മനസ്സിലായോ? നമുക്ക് ഉത്തരവാദിത്തമില്ലേ? അവിടെ വിവരിക്കുന്നില്ല. ശേല പ്രാപ്തിയായിട്ട് എവിടെ അവൾക്ക് ഭർത്താവായിട്ട്. അപ്പൊ അവള് പെട്ടെന്ന് വൈദ്യുതി വസ്ത്രമെല്ലാം മാറ്റി വെച്ച് എനയും പട്ടണത്തിന്റെ ഗോപുരത്തിന്റെ ഭാഗം തിമിനയ്ക്ക് പോകുന്ന വഴി അവൾ ഇരുന്നു. അമാലിയപ്പനാണെങ്കിൽ യഹൂദ ആടുകളുടെ രോമം കത്തിച്ച് തിരിച്ചു വരുമ്പോൾ ഈ സ്ത്രീ ഒരു സ്ത്രീ പഠിക്കുന്നു. എന്തിനേറെ ഭാഗം വേറെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം. കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ടു. ദൈവകൽപ്പന ലംഘിക്കാൻ നിർത്തി സ്ത്രീ യഹൂദരോട് ചോദിച്ചു. ആളറിയാമോ? യഹൂദരോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ തരാൻ പറഞ്ഞു. ആടുണ്ടോ എന്ന് ചോദിച്ചു. ആടുകളുടെ രോമം കത്തിരിക്കാൻ പോയത്. ഒരു വല്ല വെച്ചാൽ എന്തെങ്കിലും ആടൊന്നുമില്ല. എന്നാ പണയം എന്തെങ്കിലും തരണം. പണയം തരാൻ പറഞ്ഞു. എന്തുവാ? ഒരു മോതിരച്ചേട്, ഒരു മുദ്രമോതിരം, ഒരു വടി, 3 സാധനം പണയം കൊടുത്തു. അതൊക്കെ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കേണ്ടതായിരുന്നു, നേരമില്ലാത്തതുകൊണ്ട്. ഒരു മോതിരച്ചേട്, ഒരു മുദ്രമോതിരം, ഒരു വടി പണയം കൊടുത്തു. കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ടു. നാളുകളെ കഴിഞ്ഞു ഈ സ്ത്രീ താമാർ ഗർഭവതിയായി. നാട് മുഴുവനാകുന്നു. വിഷയം യഹൂദയുടെ അടുക്കൽ വന്നു. അപ്പോൾ യഹൂദ ആളറിയാതെ പറഞ്ഞു, അവളെ ചുട്ടുകളയണം. ഒന്നൊരുത്തം പറഞ്ഞു ചൂടുകല്ല, കല്ലെറിഞ്ഞ് കൊല്ലണം. ഒന്നൊരുത്തം പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ സഭയിൽ വെച്ചുകൊണ്ടിരിക്കാൻ. ആളറിയാതെ കയറി വിളമ്പുന്നത്. ഒന്നൊരുത്തം പറഞ്ഞു നമ്മുടെ സഭ എന്ന് പറഞ്ഞാൽ നമ്പർ 1 സഭയാണ്, ടോപ്പ് സഭയാണ്, നമ്മൾ അരിസ്റ്റോക്രാറ്റ് ഫാമിലി കൂടുന്ന സഭയാണ്. അതിനകത്ത് ഇങ്ങനെയുള്ള ആൾക്കാരിലൊന്നും മെമ്പർഷിപ്പ്. ഒന്നൊരുത്തം പറഞ്ഞു ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ, ഇങ്ങനെയുള്ള കേസുകളൊന്നും നമുക്ക് മനസ്സിലാകാനാണോ അതോ നിങ്ങളെല്ലാം കൂടെ ഒത്തുകൊണ്ട് പിള്ളേരുടെ ഭാഷ പറഞ്ഞ് എന്നെ ആക്കുകയാണോ? എനിക്കറിയാം. യഹൂദന്റെ വിഷയം വന്നു. യഹൂദ പറഞ്ഞു അവളെ നമുക്ക് കൊല്ലണം, ഇവിടെ വെച്ചോണ്ടിരിക്കണം. ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ നമ്മുടെ സഭ? നമ്മുടെ സഭ എന്ന് പറഞ്ഞാൽ ഈ ദേശത്തെ നമ്പർ 1. അങ്ങനെ കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ട് ആ ഗർഭവതിയായ സ്ത്രീയെ കൊണ്ടുവന്നാണ്ട് അവള് അന്നേരം വളരെ ആളറിയിക്കാതെ വന്നു. അടിയന്തര കമ്മിറ്റിയാണ് കൂടിയേക്കുന്നത്. അടിയന്തര കമ്മിറ്റി. എന്റെ അഭിപ്രായം കമ്മിറ്റിക്കാർക്ക് 10-12 യഹൂദ അധ്യക്ഷൻ. ഉടനെ അധ്യക്ഷൻ പറഞ്ഞു ആടെ ഈ സിസ്റ്ററുടെ പേരിലുള്ള ആരോപണങ്ങൾ ആരാ ഉന്നയിച്ചത്? ഇന്നെയാണ് പറഞ്ഞിട്ട് അവളെ ഇന്നതുപോലെ യഹൂദ ചോദിച്ചു, സിസ്റ്ററെ ഈ കേട്ടതൊക്കെ സത്യമാണ്? പറഞ്ഞു സത്യം. ദൈവസഭയുടെ വ്യവസ്ഥ അനുസരിച്ച് വേറെ പുസ്തകത്തിന്റെ പ്രമാണം അനുസരിച്ച് വിശേഷിച്ച് ഞങ്ങളുടെ ഈ ലോക്കൽ സഭയുടെ ലിഖിതമായ കമ്മിറ്റി എടുത്ത തീരുമാനം അനുസരിച്ച് ഇങ്ങനെയുള്ളൊരു സ്ത്രീയെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, കല്ലെറിയാൻ പോവുക. അവള് പറഞ്ഞു വിരോധമില്ല.
ഒരു അപേക്ഷയുണ്ട്. എന്താ അപേക്ഷ? ഞാൻ കൽപ്പനാലംഘനം ചെയ്തു വന്നാണല്ലോ ഇവിടുത്തെ റിപ്പോർട്ട്. അതെ, അതങ്ങനെ തന്നെ. അതെ, ഞാൻ കൽപ്പനാലംഘനം ചെയ്ത വ്യക്തി ആരാന്നറിയണ്ടേ? ആരാ? ഫേസ്ബുക്കിലെല്ലാം പരിചയപ്പെട്ടതാണ്? ഇല്ല. അവൾ ആ മോതിരച്ചെറിന്റെ മുദ്രമോതിരം വടിയും എടുത്ത് വെച്ച് പറഞ്ഞു ഇതിന്റെ ആളാണ്. പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ ഞാൻ പണ്ട് മേടിച്ചിട്ടുണ്ട്. അമ്പലത്തിലും പള്ളിയിലുമൊക്കെ പെരുന്നാളിന് പോകുമ്പോൾ വലിയ ബലൂൺ കിട്ടുകയല്ലേ? ഒരു കണ്ടില്ല, ഇനി കാണാതെ പഠിച്ചിരിക്കുന്നു. ബലൂൺ കിട്ടി, വലിയ ബലൂൺ. ആ ബലൂൺ നമ്മൾ ഊതി വീർപ്പിച്ചേച്ച് ഒരു ചെറിയ സൂചി കൊണ്ടോ മുള്ളു കൊണ്ടോ ചെറിയൊരു ഒരു കുത്തു കൊടുക്കുമ്പോൾ അതിന്റെ കാറ്റ് പോകുന്നുണ്ടോ? അതിന്റെ കാറ്റ് പോകുന്ന കണ്ടുണ്ടോ? വലിയ ബലൂണാണ്. ചെറിയൊരു കുത്തു കുത്തുമ്പോൾ യഹൂദയുടെ കാറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോതിരച്ചെറിന്റെ മുദ്രമോതിരവും വടിയും കണ്ടപ്പോൾ, അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ മോതിരച്ചെറിന്റെ മുദ്രമോതിരവും വടിയില്ലാതെ ആ പുള്ളി കുറെ നാളായിട്ട് പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുന്നു. യഹൂദ സ്തുതിയല്ലേ? പുള്ളിയാണ് വർഷിപ്പ് ലീഡർ. കാരണം യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ യഹൂദ മുന്നിൽ പോകണം, അവൻ സ്തുതിക്കണം. കാരണം ലേയ 4ാമത്തെ കൊച്ചനുണ്ടായി പറഞ്ഞത് ഞാൻ ഈ യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞ യഹൂദ എന്ന്. അപ്പൊ ഈ പൊതുസഭ കൂടുമ്പോ പുള്ളിയാണ് വർഷിപ്പ് ലീഡർ യഹൂദ. ആ കരങ്ങൾ വീശി വീശി സ്തുതിച്ചാട്ട് ഒരിക്കൽ കൂടെ ശക്തിയോടെ ഇങ്ങനെ കൈത്താളങ്ങളോടെ അത്യുച്ഛാരണമുള്ള കൈത്തോട് തകർത്ത് ഇടിമുഴക്കം പോലെ എന്ന വിശ്വാസം. അതാണ് തകർത്ത മുഴക്കം. പെരുവെള്ളത്തിന്റെ ഇരച്ചി പോലെ അങ്ങനെയാണ് പെരുവെള്ളത്തിന്റെ ഇരച്ചി. അന്ന് ഈ വിവരക്കേടൊക്കെ മിണ്ടാതിരിക്കട്ടെ. പള്ളിക്കൽ ദേശം നടുക്കുന്ന വിധത്തിലൊരു ഹല്ലേലൂയ റോഡിൽ പോലും കേട്ടില്ല. ഭയങ്കര വർഷിപ്പാണ്. വർഷത്തൊക്കെ നന്നായി. അവിടെ മോദരിച്ചിട്ട് മുദ്ര മോദരോ വടിയും കൂടെ പഠിച്ചപ്പോ പുള്ളിയുടെ ആഫീസ് കൂട്ടി. പിന്നെ എനിക്ക് യഹൂദായോട് ഒരു തൃപ്തി. പുള്ളി ഇത് കണ്ടപ്പോ പുള്ളി അവിടെ ഒന്നായിട്ട് പിടിക്കില്ല. പുള്ളിയോട് ഞാൻ പറഞ്ഞു, അവൾ എന്നിൽ നീതിയുള്ളവൾ. അങ്ങനല്ലേ? അങ്ങനല്ലേ വായിച്ചാൽ മതി. യഹൂദ അവയെ ഒരല്പം കൂടെ മേലോട്ട് കയറ്റി വായിച്ചേ. ഒരു വാക്യം കൂടെ മേലോട്ട്, അല്ല അല്പം കൂടെ മുകളിലോട്ട് കയറ്റി. ആ സാധനത്തിന്റെ പേര് ഈ മുദ്ര. ഒരല്പം കൂടെ ഒരു വാക്യം കൂടെ മേലോട്ട് കയറ്റി. ഓ അങ്ങനെ കയറ്റി അമ്മ അതിന് പരിജ്ഞാനത്തോടങ്ങ് വായിച്ചേ. അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ അമ്മായി യഹൂദയുടെ ആളെ വെച്ച് ഇതിന്റെ ഉടമസ്ഥനായ പുരുഷനാണ് ഞാൻ കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ടത്. ഏതിന്റെ ഉടമസ്ഥനെടുത്ത വാക്യം? ഈ മുദ്രമോതിരവും മോതിരച്ചരടും വടി. ഈ മുദ്രമോതിരവും മോതിരച്ചരടും വടിയും ആർക്കുള്ളത്? നന്നായിട്ട് നോക്കിക്കോളാം. സ്തോത്രം. ക്വാളിറ്റി. ഈ സംഭവം വെളിപ്പെട്ട കാര്യമല്ല. പറ്റുമ്പം യഹൂദ അവിടെ കൊന്നായിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്തില്ല. യഹൂദ പറഞ്ഞ മതമല്ല. യഹൂദ അവയെ അറിഞ്ഞു, അവൾ എന്നിലും നീതിയുള്ള. നമ്മളാണ് പിന്നെ കിടന്ന് ഉരുണ്ട് കളിച്ചാൽ. സ്തോത്രം. യഹൂദ കറക്റ്റ് കാര്യം, അവൾ എന്നിലും നീതിയുള്ള. ചുരുക്കി പറഞ്ഞാൽ നീതിയുള്ള കാര്യമൊക്കെ ശരിയെങ്കിലും ഈ സ്ത്രീ താമാറ് പ്രസവിച്ചു. 2 പിള്ളേരുണ്ടായി. വായിച്ചേ ഒടുവിലത്തെ ഭാഗം. അല്ല, ഒടുവിലത്തെ ബാക്കി ഈ താമാറ് പ്രസവിച്ചപ്പോ 2 പിള്ളേരുണ്ടായല്ലോ. ഏതൊക്കെ പിള്ളേരുണ്ടായി? അടുത്തത് അപ്പൊ പിന്നെ ചുവന്ന ചരട് കെട്ടി അവൻ കൈ അകത്തോട്ട് വലിച്ചു. അടുത്ത വാക്യം. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ കൊച്ചേ. പിന്നെ അടുത്ത വാക്യം
വിഗ്രഹം ഉണ്ടാക്കിയവൻ പേരേസ്. അടുത്തത് അടുത്തത് അപ്പൊ പേരേസും ശേരനും രണ്ട് പിള്ളേര് വേദപുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞ കൗലുടയന്മാരാണ്. കൗലുടയൻ. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിലുണ്ട് കൗലുടയൻ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവന്റെ 10 തലമുറ പോലും യഹോവയുടെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്. പഴയ കണക്കാണ്. ഒരു തലമുറ എന്ന് പറഞ്ഞാൽ 33 വർഷം. 10 തലമുറ എന്ന് പറയുമ്പോൾ 10 × 33 സമം 330. 33 × 10 എങ്കിലും എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ പറ്റില്ല, മോന് മലയാളം അറിയാം. 33 × 10 പെട്ടെന്ന് എന്തോ പുറകെ രണ്ടുപേര് വർത്താനം പറയുന്നത്. കണക്ക് തെറ്റിയെന്നാണോ സമയമായെന്നാണോ എന്തോ അമ്മയോട് പറഞ്ഞു. അതാണ്ട് പറഞ്ഞു എന്തോ പറഞ്ഞു എന്തോ കണക്ക് പറഞ്ഞു. കണക്കാന്നേ കുഴപ്പമില്ല. കണക്കാണ്. അപ്പൊ 33 × 10 330 വർഷം എന്ന് പറഞ്ഞാൽ യഹൂദ ഗോത്രത്തിൽ 330 വർഷം ശാപം കയറി. 330 വർഷം കഴിഞ്ഞ ഈ ഗോത്രത്തിൽ നിന്ന് രാജാവ് വരാം. 330 വർഷം കഴിയാതെ ഒറ്റയൊരുത്തരത്തിനകത്ത് വരാനൊക്കത്തില്ല. ഇസ്രായേൽ മക്കൾ രാജാവിന് വേണ്ടി ശഠിക്കുമ്പോൾ ആ 330 വർഷം തികയാൻ പിന്നെ ഒരു 40 കൊല്ലവും കൂടെ കിടക്കുക. എന്നാലും ഇവര് ശഠിച്ചു. അപ്പൊ രാജാവിന്റെ പ്രാർത്ഥന കിടക്കുന്നു, അതിന് മറുപടി കൊടുക്കണം. യഹൂദയിൽ 40 വർഷം പിന്നെ കിടക്കുക. 330 തികയാൻ കയറാനൊക്കത്തില്ല. ഇസ്രായേൽ മക്കളുടെ സമ്മർദ്ദം, അവർക്ക് ശിക്ഷ കൊടുക്കണം. അപ്പൊ രാജാവിന്റെ പ്രാർത്ഥനയ്ക്ക് ബെന്യാമിനെ രാജാവാക്കി ശൗല് തിന്നു. ഈ 40 തയ്ക്കാൻ വേണ്ടിയായി ശൗല് 1-2 കൊല്ലമേ കൃപയിൽ നിന്നുള്ളതിൽ ബാക്കി 30 കൂടെ തികച്ച് 40 ഇരുത്തിയത് ഈ വർഷം തയ്ക്കാൻ കംപ്ലീറ്റ് ആക്കി. 40 വർഷം തയ്ച്ചു. ദൈവത്തിന് കണക്കെല്ലാം ഉണ്ട്. ഇപ്പം ഇപ്പൊ തന്നെ 2 വാക്യം തന്നെ പറഞ്ഞിട്ട് കടന്ന് വിഷമിക്കാം. പിന്നെ കണക്ക് പിന്നെ അവര് 2 പേരുടെ കണക്കാന്ന് പറഞ്ഞു. ഞാൻ കണക്കാന്നോ അവര് പറഞ്ഞ കണക്കാന്നോ എന്തായാലും കണക്കാ ദൈവത്തിന്. ചുരുക്കി പറഞ്ഞാൽ ബെന്യാമീൻ ഗോത്രത്തിൽ ഒരുത്തനെ രാജാവാണ്. ഇനി ഓടിച്ച് പറയാം അഭിമാനിക പോലെ. ഞാനൊരു അല്പസമയം കൊണ്ട് എടുത്തോട്ടെ. പറ, നിങ്ങൾ പ്രതിപുരുഷന്മാരുമാണ്. എന്താ നീ 92 അമ്മച്ചോട് ചോദിക്കട്ടെ. ഞാൻ ഇച്ചിരി സമയം കൂടെ എടുത്തോട്ടെ, ഇച്ചിരി കൂടെ പ്രസംഗിച്ചോട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇസ്രായേലിലെ പ്രഥമ രാജാവെയും ബെന്യാമീൻ ഗോത്രത്തിൽ കീശിന്റെ മകൻ ശൗലിനെ രാജാവാക്കി. ശൗല് ദൈവപ്രമാണത്തിൽ നിന്നില്ല. ഇസ്രായേലിലുള്ള ഒരുവൻ രാജാവായ രാജാവ് ചെയ്യേണ്ട കടമകളുണ്ട്. അതിന് ആവർത്തന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് രാജധർമ്മം. ശൗല് രാജധർമ്മം ഒന്നും അനുസരിച്ചില്ല. രാജധർമ്മം ഒത്തിരി ഉള്ളതിൽ 1-2 ഒന്ന്, ഇസ്രായേലിൽ ഒരുവൻ രാജാവായാൽ അവൻ ആദ്യം ചെയ്യേണ്ടത് ആ നാട്ടിലെ ലേവ്യരാകുന്ന പുരോഹിതന്മാരെ വരുത്തി ന്യായപ്രമാണത്തിന്റെ പകർപ്പ് സൂക്ഷിക്കണം. 2, സഹോദരന്മാർക്ക് വിരോധമായിട്ട് ഹൃദയം അലങ്കരിച്ചു പോകരുത്. 3, പിള്ളേർ വല്ല ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ഉപദേശം പറഞ്ഞ് പിള്ളേരെ ഉപദേശത്തിൽ വളർത്തണം. അങ്ങനെ ചെയ്താൽ നിന്റെ രാജത്വം നിലനിൽക്കും. ശൗല് ഇതൊന്നും അനുസരിച്ചില്ല. വിവരിക്കേണ്ടത് ഒത്തിരി ഉണ്ടാകുന്നു, പോകുന്നില്ല. ഒടുവിൽ ശൗല് മരിച്ചു. ഇസ്രായേലിലെ പ്രഥമ രാജാവാകുന്ന ബെന്യാമീൻ ഗോത്രത്തിൽ കീശിന്റെ മകൻ ശൗൽ മരിച്ചു. ശൗലിന്റെ മരണം ദാരുണ മരണമാണ്. ശൗൽ എങ്ങനെയാ മരിച്ചേ? ശൗൽ മരിച്ചോ? ഉറക്കെ പറ.
മരിച്ചത് എങ്ങനെയാണ്? സ്വന്തം ആള് ഉറക്കം പറ. അതെ, മരിച്ചത് എങ്ങനെ? മരിക്കുമ്പോ ഒരു വ്യസനം കാണുമായിരിക്കും. അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ശൗൽ എങ്ങനെയാ മരിച്ചത്? ഞാൻ നിങ്ങളൊന്നും ആ സമയത്ത് അവിടെ ഇല്ലെന്നുള്ളത് പരമാർത്ഥമാണ്. ശമൂവേലിന്റെ ഒന്നാമത്തെ പുസ്തകം 31-ാം അധ്യായം ഓടിച്ച് വായിച്ചാൽ നിങ്ങൾ പറഞ്ഞതുപോലെ ശമൂല് സ്വന്തം വാളിന്മേൽ വീണ് മരിച്ചെന്ന് തോന്നും. ഓടിച്ച് വായിച്ച 31-1 മുതൽ. ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായിട്ട് വീണ്ടും അടുത്തത്. ഫെലിസ്ത്യർ ശമൂവേലിന്റെ പുത്രന്മാരെ പിന്തുടർന്നു എന്ന് അടുത്തത്. ഫെലിസ്ത്യർ അവരുടെ പുത്രന്മാരാകുന്ന യോനാനാൻ, അബീനാദാബ്, മൽക്കീശുബ എന്നിവരെ വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കൊന്നു അടുത്തത്. എന്നാൽ പട ശൗലിന് നേരെ ഏറ്റവും മുറുകി വില്ലാളികളെ വിട്ടുവെച്ചു. വില്ലാളികളാകാൻ വിഷമത്തിലായി ശൗൽ തന്റെ ആയുധവാഹകനോട് ഈ അഗ്രകർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളയെ അപമാനിക്കാതിരിക്കാൻ ചെയ്യേണ്ടതിന് നിന്റെ വാളൂരി എന്നെ കുത്തുകാരൻ പറഞ്ഞു. ആയുധവാഹകന് ഏറ്റവും ഭയപ്പെട്ടത് കൊണ്ട് അവന്റെ മനസ്സ് വന്നില്ല. അടുത്ത വാക്യം. അതുകൊണ്ട് ശൗലിന് വാൾ പിടിച്ചതിന് വീണു. ശൗൽ മരിച്ചു വന്ന ആയുധവാഹകൻ കണ്ടപ്പോൾ താനും പോയി അങ്ങനെ തന്നെ. അപ്പൊ ഈ വായം പഠിച്ചാൽ ശൗൽ എങ്ങനെ മരിച്ചെന്ന് തോന്നുന്നു? വാളിന്റെ നന്നായിട്ട് നോക്കി നല്ലതുപോലെ വായിച്ചു. മരിച്ചത് എങ്ങനെയാണ്? അതെ, മരിച്ചത് എങ്ങനെയാണ്? വാളിന്മേൽ വീണ് മരിച്ചത് എങ്ങനെയാണ്? വീട് മരിച്ചത് എഴുതിയിട്ടുണ്ടോ? നോക്കി വേറെ ദിവസം നോക്കി ചുമ്മായിരുന്നു അത് ഇതും പറയാതെ. മരിച്ചത് എങ്ങനെയാണ് എന്റെ ചോദ്യം. അതെ, വാൾ പിടിച്ചു വീണു. മരിച്ചത് എങ്ങനെയാണ്? അതെ, മരിച്ചോട്ടെ, കൂടെ എത്ര പേര് വേണേലും മരിച്ചോട്ടെ. മരിച്ചത് എങ്ങനെയാണ്? അന്നതി ശമൂവേലിന്റെ 1-ാം പുസ്തകം 31 ഓടിച്ച് വായിച്ചാൽ ശമൂൽ നിങ്ങൾ പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്തെന്നും വാളിൽ വീണ് മരിച്ചെന്ന് തോന്നും. ഒന്നുകൂടെ വാക്യം വായിച്ചാൽ മാമേ. അതുകൊണ്ട് ശമൂൽ വാൾ പിടിച്ച് അതിന്മേൽ വീണു. ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ അവിടെ? ഒരു കുത്ത്. അതെങ്ങനെ കുത്ത്? വീണതിന് കുത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ശമൂലിന് വാൾ പിടിച്ച് അതിന്മേൽ വീണു. ഫുൾ സ്റ്റോപ്പ്. കുത്തന്തിനാണ്? ചാകാത്തൊരു കുത്തുകുത്തിയാണ്. അതിനുള്ളതേ ഉള്ളു. ശൗലിന് വാൾ പിടിച്ച് അതിന്മേൽ വീണു. ഫുൾ സ്റ്റോപ്പ്. അടുത്ത സെന്റൻസ് ആണ് ശൗൽ മരിച്ചു വന്ന ആയുധവാഹകൻ കണ്ടു. ശൗൽ വാളിൽ വീണല്ല മരിച്ചത്. അവിടെ എഴുതിയിരിക്കുന്ന ശൗലിന് വാൾ പിടിച്ചതിന്മേൽ വീണു. മരിച്ചതില്ല, വീണു. ഫുൾ സ്റ്റോപ്പ്. അങ്ങനല്ലേ അച്ഛാ? കണ്ണാടി എടുത്തു വെച്ചാ നോക്കുന്നത്. അത് എനിക്ക് തോന്നിയതാ. ശൗലിന് വാൾ പിടിച്ചതിന്മേൽ വീണു. മരിച്ചതില്ല. ഫുൾ സ്റ്റോപ്പ്. അടുത്ത പദം ശൗൽ മരിച്ചു വന്ന് ആയുധവാഹകൻ കണ്ടു. അപ്പോ ഇവൻ വീണതിനും മരിച്ചു കിടക്കുന്നത് കണ്ടതിനും ഇടയ്ക്കൊരു സംഭവം നടന്നു. പാസ്റ്റർ പറഞ്ഞു. ശമൂവേലിന്റെ 2-ാമത്തെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ ഓടിച്ച് വായിച്ചേ. ശമൂവേൽ ദാവീദ് അമാലേക്യരെ സംഹരിച്ച് ജയിച്ച് മടങ്ങി വന്നപ്പോൾ ഒരുത്തൻ വസ്ത്രം കിടക്കി തലയിൽ കൂടിയെല്ലാം മാറിയിട്ട് വാളയിട്ട് നോക്കി ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് ദാവീദ് ചോദിച്ചു, എവിടുന്ന് വരുന്നു ചോദിച്ചു. ഞാൻ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഓടിപ്പോരുകയെന്ന് ഉത്തരം പറഞ്ഞു. ആ കാര്യം
കാര്യം എന്തായാലും ദാവീദിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ജനപടയിൽ തോറ്റോടി അനേകർ പട്ടുപോയി, ശൗലുവിന്റെ മകൻ യോനാഥാനും പടയിൽ പട്ടുപോയി ഉത്തരം പറഞ്ഞു. വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരൻ ദാവീദ് ശൗലുവിന്റെ മകൻ യോനാഥാനും പടയിൽ പട്ടുപോയി നീ എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിച്ചപ്പോൾ വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരൻ ദാവീദിനോട് ഞാൻ എതിർച്ചയാൽ ഗിൽബോവ പർവ്വതത്തിലേക്ക് എന്നപ്പോൾ ശൗലിന്റെ കുന്തത്തിൽ വെച്ച് ആര് നിൽക്കുന്നതും പേര് കുതിരപ്പടയിൽ തുടർ നടക്കുന്നതും കണ്ടു. അവൻ പുറകോട്ട് നോക്കി, എന്നെ കണ്ടു, അടിയനായി ഉത്തരം പറഞ്ഞു. അവൻ ശൗലിനോട് കുന്തത്തെ കിടക്കുക, ആയുധത്തിൽ കിടക്കുക, പുറകോട്ട് നോക്കി എന്നെ കണ്ടു. നീ ആരാണ് ചോദിച്ചപ്പോൾ ഞാനൊരു അമാലേക്കിന്റെ ഉത്തരം പറഞ്ഞു. അടുത്തത് അവൻ എന്നോട് നീ അടുത്ത് വന്നെന്നെ പോലെയാണ് എന്റെ ജീവൻ മുഴുവൻ എന്നിൽ ഇരിക്കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു. ആ പറഞ്ഞ ശ്രദ്ധിച്ച, എന്റെ ജീവൻ മുഴുവൻ എന്നിൽ ഇരിക്കൊണ്ട് എനിക്ക് പരിഭ്രമം. അടുത്ത പദം മതി മതി. അപ്പൊ എങ്ങനെ മരിച്ചു? ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആയുധം പള്ള കേറ്റി, പക്ഷെ ജീവൻ പോയില്ല. ജീവൻ പോകാൻ ഇങ്ങനെ പരിഭ്രമം പിടിച്ച് കിടക്കുക. അതിന് കാരണമുണ്ട്. ദാവീദിനെ ഒത്തിരി പരിഭ്രമം പിടിപ്പിച്ചതാ. വിതയ്ക്കുന്നതല്ലേ കുയ്യുന്നത്. ചില അമ്മമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്, മാസ്റ്റർ മരുമകൾക്ക് എന്നോട് യാതൊരു താല്പര്യവും. അപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നി, എനിക്കും സങ്കടമുണ്ടോ. പക്ഷെ ചിലരോട് ഞാൻ ചോദിക്കും, കൊച്ചമ്മയുടെ അമ്മായിയമ്മ നന്നായി നിങ്ങളെന്തായാലും പറഞ്ഞു. വിതയ്ക്കുന്നത് സ്തോത്രം. ദാവീദിനെ കണ്ടമാനം പരിഭ്രമം പിടിപ്പിച്ചതാണ്. ദാവീദ് അവസാനം പേടിച്ചോടി കാട്ടാട്ടുമാറാതില്ലാമലേ മാറാം മരുഭൂമി കടന്നൂക്കിനവിടെ എന്തെല്ലാം കളിക്കാണെന്ന് കളിക്കാൻ പുരോഗമനം ചോദിച്ചു. ഒന്നുമില്ല. എന്തേലും പുരോഗമനം പറഞ്ഞില്ല. അപ്പൊ അല്ലാതെ വേറെ അത് നിർവാണിയത്തില്ല. ആ തരാൻ പറഞ്ഞതാ. പേടിച്ചോടി എന്ത് പരിഭ്രമം പിടിപ്പിച്ചു. തന്റെ പൊസിഷനും കസാരയും വെച്ചാ പരിഭ്രമം പിടിപ്പിച്ചത്. സഭയുടെ ചില നേതാക്കന്മാര് കസാര പൊസിഷനും വെച്ച് ഒത്തിരി ഉപദേശമാരെ പരിഭ്രമം പിടിപ്പിച്ചോ പുള്ളിക്കാരുണ്ട്. സാധുക്കളാണ് ഉപദേശമാര്. ഇവരുടെ ഇംഗിതത്തിൽ അമ്മനെ ട്രാൻസ്ഫർ ഞാൻ പകല് പറഞ്ഞ സ്ഥലം വേറെടുക്കാം. ഇവരുടെ ചൊൽപ്പടിക്ക് നിന്നില്ലെങ്കിൽ അവരുടെ സിദ്ധന്തിയായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാനില്ല. നിങ്ങളാ പറഞ്ഞ ഇച്ചിരി സമയം കൂടെ എടുത്തോളാം. ഞാൻ മുമ്പേ നിർത്താൻ കഴിഞ്ഞതാ. ഞാൻ മര്യാദയ്ക്ക് നിർത്തി പെട്ടെന്ന് പോകാൻ ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു എടുത്തോളം പറഞ്ഞു. എടുക്കുക. കസാര പൊസിഷനൊക്കെ ഉള്ളപ്പോൾ ഒത്തിരി പേരെ പരിഭ്രമിപ്പിക്കും. ഭയങ്കര കമാൻഡിങ് പവറാണ്. പേടിപ്പിക്കും. ആൾക്കാരെ പേടിച്ചു പറയുന്നത് അതുപോലെ പേടിച്ചു കൂടും. സ്വർഗം വന്ന് തീരുമാനിച്ചു നിന്നെ ശരിക്ക് പരിഭ്രമം പിടിപ്പിക്കും. നീ ഒത്തിരി പേരെ പരിഭ്രമിപ്പിച്ചതല്ലേ. നീ നിരപരാധിയാകുന്ന അഭിഷേകമുള്ള ദൈവകൃപയുള്ള കിന്നരമായ നിപുണനായ ആത്മശക്തികളുള്ള ദൈവകൃപയുള്ള സ്തോത്രം ദാവീദിനെ കോമളനും സുന്ദരനുമാകുന്ന സുനേത്രനാകുന്ന നല്ല ദർശനമുള്ള ദാവീദിനെ നീ ഒത്തിരി പരിഭ്രമിപ്പിച്ചതല്ലേ. നീ പരിഭ്രമിക്കും. കുന്നത്തിൽ ഇങ്ങനെ എടുത്ത് കിടക്കുക. ആ തിരിഞ്ഞു നോക്കുമ്പോ ഒരു അമാലിയക്കൻ ആരാടാ? ഞാൻ അമാൽ ഇങ്ങോട്ട് വാടാം. കുതിരപ്പെടുമ്പോ അഗ്രഹങ്ങൾ എന്നെ കുത്തിക്കളഞ്ഞ് നീ എന്നെ കൊല്ലടാ. അമാലിയക്കൻ വീട്ട് ആള് തട്ടി എന്ന് പറഞ്ഞാൽ ശൗലിന്റെ മരണത്തെ ആരുടെ മരണം? ആത്മഹത്യ ചെയ്യാൻ നോക്കി ടൊക്കാതെ പറഞ്ഞപ്പോൾ അമാലിയക്കൻ വെട്ടിക്കും. ഞാൻ ദൈവദാസന്മാരോട് ദൈവമക്കളോടും പറയാം, നിങ്ങളെ ദൈവം ഒരു സ്ഥാനത്താക്കി ഒരു പൊസിഷൻ നിങ്ങൾക്ക് തന്നു. ദൈവത്താൽ സംഭവിച്ചതാണ്. ആ പൊസിഷൻ ഇരിക്കുന്ന നിങ്ങൾ വളരെ വിനയത്തോടിരുന്നു. അർഹതയില്ലാത്ത
ദൈവം നിന്നെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഈ എല്ലാവരുടെ ചിലർ ഈ പാസ്റ്റർമാരായി കഴിഞ്ഞാൽ തന്നെ മാസ്റ്റർമാരാകുന്നവരുണ്ട്. രാത്രി കിടന്ന പോലും കുഴപ്പമില്ല, നേരം എടുത്തപ്പോൾ പാസ്റ്റർ ഇതോ ജിബായി ഒക്കെ ഇട്ട് വന്നാൽ മീശ കൂടെ പഠിച്ചാൽ പാസ്റ്റർ. എന്നാൽ ഈ വീട്ടിൽ പറയണ്ട ഞാൻ പാസ്റ്റർ അല്ല, അവനും അടങ്ങാം. ആണെന്നും പറയുന്നില്ല, അല്ലെന്നും പറയുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ആ കാര്യത്തിനൊക്കെ നിങ്ങൾ ഈ ഓടക്കൊണ്ടാക്കുമായിരിക്കും. എന്താണെന്ന് ആ കാര്യത്തിനൊക്കെ ബഹുമാനിക്കുന്നത് ജീവിക്കാൻ കാര്യമാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഭാഷാക്കുകയല്ല, അച്ഛനകത്തിന്റെ വാർക്കും 30 കൊല്ലം കഴിയാതെ ഒരു സെന്ററിന്റെ അസിസ്റ്റന്റ് ആക്കിയത്. 30 കൊല്ലം ആക്കത്തില്ല. അവര് റിമാർക്കൊന്നും അവിടെ ചെല്ലരുത്. 10 കൊല്ലം ആദ്യത്തെ അല്ല, ആ 10 കുഴപ്പമില്ലെന്ന് കണ്ടാൽ മൂപ്പനാക്കി അങ്ങോട്ട് വിടും. ആ 10 കൂടെ കഴിയുമ്പോൾ 20 പാസ്റ്റർ. അത് കുഴപ്പമില്ലെങ്കിൽ ആ 20 കൊല്ലത്തിൽ പിന്നെ 10 കൊല്ലം വലിയ അല്ലലില്ലാതെ കുഴപ്പമില്ലെന്നാണ് അവർ അവിടെ നിന്ന് ഓർഡർ കൊടുക്കുക. സെന്ററിന്റെ അസിസ്റ്റന്റ്. ഇത് പുസ്തകക്രമം അറിയാൻ മേലാത്തവനാ സെൻട്രൽ പാസ്റ്റർ. സെൻട്രൽ പാസ്റ്റർ പുസ്തകക്രമം പറഞ്ഞാണ്ട് ബാക്കി ബ്രദർ പറഞ്ഞാണ്ട് 2 പാട്ട് ഉപയോഗിച്ചവൻ അറിയാം. ഒരു ശുശ്രൂഷ ചെയ്യാൻ ഞാനിവിടെ നിൽക്കുമ്പോൾ അവർ സങ്കടം തോന്നി കേട്ടോ. അതങ്ങനെ ലിഖിതമായ പ്രമാണമൊന്നുമില്ലെങ്കിലും ഉണ്ടല്ലോ ശുശ്രൂഷയ്ക്ക് ഒരു തന്മയത്വം. ഒരു മാന്യ മനുഷ്യൻ മരിച്ചു, ഭാര്യ പിള്ളേരും എല്ലാം ദുഃഖത്തില്ല. അതെ ശരി, ഒരു ശുശ്രൂഷയ്ക്ക് ലിഖിതമായ പ്രമാണമില്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് ആ ഡെഡ് ബോഡി വെച്ചിരിക്കുന്നു. നല്ല തുണിയൊക്കെ ഇട്ട്, നല്ല വെള്ള തുണി. ഇത് ജീർണിച്ചു പോകുന്നതാ. എന്നിരുന്നാലും ഒരു ശുശ്രൂഷയല്ലേ. അവിടെ നല്ല വില കൂടിയ പൂക്കളൊക്കെ, അവിടെ അപ്പം മരിച്ചതല്ലേ, അതൊക്കെ വെച്ചു എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഒരു ബോധക്കേട് പിടിച്ച ഒരാളാണ്, വേറൊന്നും ഞാൻ പറയത്തില്ല. സെമിത്തേരിയിൽ നമുക്ക് എല്ലാ ശുശ്രൂഷയും ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞേച്ച് പൊട്ടിക്കാത്തിരിക്കുക. ആള് കുറച്ച് പൊടിമണ്ണ് പോലില്ല, ചെളിയും കൂടെ പൊങ്ങിയത് വാരി ആ തുണിയുടെ മുന്നോട്ടിട്ടു. നീ മണ്ണാകുന്നു. കൊച്ചുങ്ങളെല്ലാം നോക്കി അന്തം വിട്ടുപോയി. ഉണ്ടോ? തന്നെ മാസ്റ്ററായ പുള്ളിയാണ്. അതാണ് സീനിയർ മാസ്റ്ററെ കൂടെ നിന്ന് കണ്ടു കേട്ട് പഠിക്കണ്ടേ. സാധാരണഗതിയിൽ കുഴിയെടുത്താൽ വെക്കുന്നെങ്കിൽ പെട്ടിയെല്ലാം മൂടി, മുഖമൊക്കെ മൂടി, പെട്ടിയെല്ലാം മൂടി, ക്ലിപ്പുമൊക്കെ ഇട്ട് ആ കുഴിക്കകത്ത് വെച്ചതിന് ശേഷം ഇടുന്നതാ അതിന്റെ യോഗ്യത. അങ്ങനെ ഇടാൻ ആ വാക്യമൊന്നും ചോദിച്ചാൽ പഴിഞ്ഞു പോവുകയുള്ളൂ. ഉണ്ടല്ലോ, അതിന് മണ്ണെടുത്ത് ഇടണമെന്നങ്ങനെ തന്നെ അതിന് വാക്യമില്ലല്ലോ. ഒരു മണി മണ്ണെടുത്ത് ഇടണമെന്നൊരു വാക്യം. ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ, തന്നെ അങ്ങ് മാസ്റ്ററായില്ല. ഞങ്ങൾക്ക് റാന്നിൽ ഒരു കുഞ്ഞുമാനച്ചാനുണ്ടായിരുന്നു. ഒരു പുള്ളിയോട് അങ്ങനെ പുള്ളി പേര് വിളിച്ച്, പുള്ളിയുടെ പേര് ഞാനൊരു പേര് മാറ്റിയെടുക്കാം. കാരണം സ്വന്തം കറക്റ്റ് പേര് പറഞ്ഞാൽ ചിലപ്പം പുള്ളി ലൈവിൽ കാണും. അതുകൊണ്ട് ഞാനങ്ങ് പേര് മാറ്റുക. അപ്പോൾ കുഞ്ഞാച്ചാൻ ചോദിച്ചു, എടാ തങ്കച്ചോ? പിന്നെ പുള്ളി പറഞ്ഞു, അച്ഛാ ഞാൻ പാസ്റ്ററാണ്. എന്റെ കുഞ്ഞാച്ചാൻ നല്ല യുക്തിക്ക്, നല്ല ലോജിക്കലായിട്ട് പുള്ളി നന്നായിട്ട് വർത്താനം പറഞ്ഞു. പുള്ളി പറഞ്ഞു, എടാ തങ്കച്ചാൻ, ഞാൻ നിന്നെ പാസ്റ്റർ എന്ന് വിളിക്കാൻ ഞാൻ പിന്നെ പാസ്റ്റർമാരെ എല്ലാം വിളിക്കണം. അത് മറുപടി പറഞ്ഞു, നീ പോയാൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായി. സ്തോത്രം. ഒത്തിരി രാത്രികളുണ്ടൊക്കെ എന്റെ പാസ്റ്റർമാരെ നേതാക്കന്മാർക്ക് കാശ് കൊടുത്ത ഓർഡിനേഷന് കൊടുക്കും. പണ്ടൊക്കെ പാസ്റ്റർമാരാകണമെങ്കിൽ തന്നെ ഹൈ സ്കൂളിൽ പോയി പഠിച്ച് അഡ്മിഷൻ തന്നെ വരികയല്ല. എത്ര ചോദ്യം ചോദിച്ചാൽ അവർ ഇപ്പൊ പിള്ളേരെ ഓടിച്ചിട്ട് കുളക്കോടിയെ പിടിക്കുമ്പോഴാ ഫുഡ് തരാൻ. ഇപ്പൊ ഇവിടെ കിട്ടാത്തതുകൊണ്ട് നോർത്തിൽ നിന്ന് കൊച്ചുങ്ങളെ അവിടെ പോയി ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്, നിങ്ങളും പോയിട്ടുണ്ടായിരിക്കും.
എന്ത് ചോദ്യമാണ് മുട്ട വീഴുന്ന ചോദ്യം. എന്നെ ഇവിടെ ഹൈസ്കൂളിൽ പഠിക്കാൻ താല്പര്യം. നമ്മൾ പറഞ്ഞു സുവിശേഷ വഴിക്ക് വിളിയുണ്ട്. ആര് പറഞ്ഞു വിളിയുണ്ടെന്ന്? അത് ദൈവാത്മാവ് പറഞ്ഞു. ദൈവാത്മാവ് എങ്ങനെ പറഞ്ഞു? ചോദ്യമാണ്. ദൈവാത്മാവ് എന്നോട് സ്പഷ്ടമായിട്ട് പറഞ്ഞു. അത് പ്രവാചകന്മാരെല്ലാം പറഞ്ഞാണ്. പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാർ പറഞ്ഞുകൊണ്ടാണ് ബ്രദർ ഇവിടെ പഠിക്കാൻ പറ്റുന്നത്. എന്തെല്ലാം ചോദ്യമാണ് പഠിക്കാൻ. ഇപ്പോൾ ഒരു ചോദ്യമില്ല. ചുമ്മാ അവൻ കപ്പ മേടിക്കാൻ തന്ന പാടാ. കപ്പ എടുത്തിട്ട് ആ ഹൈസ്കൂളിൽ കപ്പയൊക്കെ പിന്നെ പറ്റും. ഇവന് ചക്കന്നെ മുക്കന്നെ അവനെ ഉരുട്ടി പരട്ടി പാസ്റ്റാക്കി അവൻ തവയെ വന്നു കഴിഞ്ഞാൽ അവന് തന്നെ പോലും ഒന്നും അറിയാൻ പണ്ടെടുത്തന്നെ ഇങ്ങനെ പാസ്റ്റായി എടുത്തന്നെ ഞാനും ഉണ്ട്. ഇത് പറയുന്നത് തെറ്റായി, എന്നാലും സന്ദർഭം വന്നുകൊണ്ട് പറയുകയാണ്. ഒരു കൊച്ചിനെ സഹായപ്പെടുത്തി കാര്യമെല്ലാം പറഞ്ഞിട്ട് മുക്കിയപ്പോ പുള്ളി മുങ്ങി, രണ്ടുപേരും മുങ്ങി. കോഴി അങ്ങനെ ചോദിച്ചാൽ വല്ല പുള്ളി നോക്കിയിരിക്കുക. അടുത്തത് പറയാനും അറിയാൻ പറ്റും. വെള്ളം കുടിച്ചു ഉണ്ടോ? അതേസമയം സീനിയർ പാസ്റ്ററുടെ കൂടെ നിന്ന് കണ്ട് കേട്ട് പുസ്തകം പഠിച്ചത് അങ്ങനെയൊക്കെ അങ്ങനെ അടുക്കടുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ശുശ്രൂഷിച്ച് പ്രയോജനം. ഞാൻ ഓടിച്ചെന്ന് നിർത്താം. എന്തായാലും ഇന്ന് 9:30 നിർത്താം. അത് ഒക്കുള്ളൂ. ഏതായാലും നിങ്ങൾ എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയാം. എന്നാൽ പിന്നെ 9:30 വരെ ഇരുന്നേച്ച് നന്നായിട്ട് പറഞ്ഞിട്ട് പോകും. അതിന് ഞാനിപ്പം ഇതുവരെ പറയുന്നു. ദൈവത്തിന് മഹത്വം. അവരെ സൂക്ഷിക്കണം. അമാലിക്കണമെന്ന് ഇവരെ വെട്ടിക്കൊണ്ടു. ധാരണ മരണം, നല്ല മരണമല്ല. ആത്മഹത്യ ചെയ്യാൻ നോക്കി ഒക്കാതെ വന്നപ്പോൾ അമാലിക്കൻ അവിടെ ഒരു പദമുണ്ട്. ഞാൻ എതിർച്ച അങ്ങനെ ഒരു പദം ആ വാക്യം വായിച്ചേ. ആ ഓടി വന്നവൻ പറഞ്ഞിട്ടോ, ഞാൻ എതിർച്ചയാ ഗിൽബോവ പർവ്വതത്തിൽ ചെന്നപ്പോൾ. അങ്ങനെ ഞാൻ എതിർച്ചയാ ഗിൽബോവ പർവ്വതത്തിൽ. അവിടെ എതിർച്ചയാ അല്ല, എന്റെ ഭാഷ പറഞ്ഞാൽ നിശ്ചയ. ദൈവം നിശ്ചയിച്ചതാണ്. നമുക്ക് തോന്നുന്നത് യാദൃച്ഛികമാണെന്നല്ല, ഇത് ദൈവനിർണയമാണ്. കാരണം ഇവൻ പുറകോട്ട് നോക്കുമ്പോൾ ഒരു സൂചന കൊടുത്ത് നിൽക്കുന്നു. നീ ആരാണ്? ഞാൻ അമാലിക്കൻ. നീ വന്ന് കൊല്ലാൻ. ഇത് എതിർച്ചയല്ല, ദൈവം ചെയ്യണം. കാരണം കൂടെ പറയാം. ഈ അമാലിക്കൻ തന്നെ വന്ന് വെട്ടിക്കൊല്ലാൻ കാരണം വായിക്കണ്ട. ശമൂവേലിന്റെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിൽ ശമൂവേൽ മുഖാന്തരം പണ്ട് പുള്ളി രാജാവായപ്പോ പറഞ്ഞു അമാലിക്കരെ മുഴുവൻ നിർമൂലമാക്കാൻ. പുള്ളി നിർമൂലമാക്കിയില്ല. കൊള്ളയിൽ കൊടുത്തു കൊടുത്ത ആടിനെ കാളയെല്ലാം കൂടെ മാറ്റി നിർത്തി. നിസാരവും ഹീനമായതിനെയല്ല അത് തട്ടി. നിങ്ങൾ ചില ലോക്കൽ സഭയിലും ചില സെൻട്രൽ സഭയിലും ചില സ്ഥലങ്ങളിൽ ചെന്നേ സഭയിൽ കനമുള്ള അച്ചായന്റെ വീട്ടിലെ പ്രശ്നം കൈകാര്യം ചെയ്യാനും അതിന് നടപടിയെടുക്കാൻ ഒരുമാതിരിപ്പെട്ടവരാരും മുതിരില്ല. അച്ചായൻ നന്നായി ദശാംശം തരുന്ന ആളാണ്. അച്ചായൻ പിടിപ്പുള്ള ആളാണ്. അവിടെ അച്ചായൻ ഒരു ചെറിയ ബലഹീനത ഉണ്ടെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും. അതേസമയം സാധുവായി വരുന്നതിന് പ്രശ്നം ഉണ്ടാകട്ടെ. തത്തുല്യമായ സെയിം പ്രശ്നം ഒന്നേ ഇവിടെ നമുക്ക് അടിയന്തര കമ്മിറ്റി ഒരു സെന്ററിൽ കൊടുത്തു, കേന്ദ്രത്തിൽ കൊടുത്തു, പിന്നെ അന്വേഷണ കമ്മീഷൻ വന്നു. എന്തല്ല പോരാടണം. ഇതിന്റെ അപ്പുറത്ത് ചെയ്തേച്ചാ മറ്റേ പുള്ളി അവിടെ 9:30 നിർത്തുള്ളൂ. നിങ്ങൾ മൗനമായിട്ടിരുന്നത് കൊണ്ടോ മുഖം ഈർപ്പിച്ചത് കൊണ്ടോ ഞാനിപ്പോൾ ഇത് നിർത്തുകയില്ല. എന്തായാലും ഇവിടം വന്നതല്ലേ അടിയന്തര കമ്മിറ്റി ഹീനവും നിസാരമായതിനെയെല്ലാം നിർമൂലമാക്കി കൊള്ളയിൽ കൊടുത്തു കൊടുത്ത ആടിനെയും കാളയെല്ലാം മാറ്റി. മാത്രമാണോ ആകാകിനെ കൊന്നില്ല. ആകാകെന്ന് പറഞ്ഞാൽ അമാലിക്കന്റെ നേതാവ്. അവരെ മാറ്റി നിർത്തി. അന്നേരം ദൈവം തീരുമാനിച്ചു, നീ കൊല്ലാതിരുന്ന അമാലിക്കനെ കൊണ്ട് തന്നെ നിന്നെ കൊല്ലിക്കും. ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട, വർദ്ധിക്കേണ്ട, കളയേണ്ടത് കളഞ്ഞില്ലെങ്കിൽ, ഉപേക്ഷിച്ച് വർദ്ധിച്ചില്ലെങ്കിൽ ഒടുവിൽ അത് കെണിയായി തീരും. വരുവാനുള്ള ദിനം കെണി പോലെ വന്നിടാൻ, വരുവാനുള്ള ദിനം കെണി പോലെ വന്നിടാൻ,
ചെയ്യാ സംഭവിച്ചതല്ല, ദൈവം നിശ്ചയിച്ചു വെച്ചതാണ്. ആരെങ്കിലും നിർമൂലമാക്കാൻ നിന്നോട് പറഞ്ഞപ്പോൾ നീ നിർമൂലമാക്കാതെ ആരാധന കൊല്ലാതെ മാറ്റി നിർത്തിയില്ലയോ, വെച്ചത് തന്നെ ഗണിയായി. അത് തന്നെ ഗണിയായി. ശൗല് ദാരുണമായിട്ട് മരിച്ചു. ശൗലിന്റെ മരണം ഇസ്രായേലിനെ പിടിച്ചു കുലുക്കി. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചു. ശൗലിന്റെ മരണം നടുങ്ങിപ്പോയി. ഇസ്രായേലിന്റെ വിറച്ചു പോയി ശൗലിന്റെ മരണം. കാരണം എല്ലാവരെക്കാളും തോൽപ്പൊക്കമുള്ളവൻ ചത്തൽ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ നോക്കി ഒക്കാതെ വന്നപ്പോൾ അമാലേക്ക് വെട്ടിക്കൊന്നത്. ഇതുപോലെ കാശ് സ്വത്തുമുള്ള വീട്ടിൽ നിന്ന് വന്നൊരു രാജാവ് ചത്തൽ എങ്ങനെ ആത്മഹത്യ ചെയ്തിട്ട് ഒക്കാതെ വന്നപ്പോൾ അമാലേക്ക്. ഇത് നല്ല ഫിഗറായിരുന്നു രാജാവിനെ കാണാൻ. ചത്തൽ എങ്ങനെ പ്രാരംഭ സമയത്ത് ആത്മാവിൽ നന്നായിട്ട് പറഞ്ഞ് പ്രവചിച്ചാണ് ആള് മാറിയവനെ പോലെ. പക്ഷെ ചത്തൽ എങ്ങനെ പേടിച്ചു പോയി. അല്ല സങ്കീർത്തനത്തിൽ പാടി, നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചു. ശൗലിന്റെ മരണം കേട്ടപ്പോൾ ദാവീദ് ഒരു വിലാപകാവ്യം പാടി. അനുഗീതം വായിച്ച് ശമൂവേലിന്റെ 2-ാമത്തെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17 മുതൽ വായിച്ചേ. അടുത്തൊരു ദാവീദ് ശൗലിന്റെ മകനായ യോനാഥാനെ കുറിച്ച് ഈ വിലാപഗീതം ചൊല്ലി. വിലാപഗീതം അനുഗീതം എന്ന് പറഞ്ഞാൽ ദുഃഖസൂചകമായി ദുഃഖമായ രീതിയിൽ പാടുന്ന ഗീതങ്ങളാണ്. അവരെ യഹൂദ മക്കളെ അനുഗീതം അഭ്യസിപ്പിക്കുവാൻ കൽപ്പിച്ചത് ശൂരന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേലേ നിന്റെ പ്രതാപമായവൻ നിന്റെ ഗിരികളിൽ നിഗളന്മാരായി പട്ടുപോയതെങ്ങനെ ഗത്തിൽ പ്രസിദ്ധപ്പെടുത്തരുത്. അസ്കലോമീതികളിൽ ഘോഷിക്കരുത്. പരിസ്ഥിതിപുത്രിമാർ സന്തോഷിക്കുകയും അരുത്. അഗ്രധർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കുകയും അരുത്. ഗിൽബോവ പർവ്വതങ്ങളെ നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ ഒരുപാട് ദിനങ്ങളോ ഉണ്ടാകാതിരിക്കട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിചായി എറിഞ്ഞ് കളഞ്ഞത്. യൗവനന്റെ തൈലാഭിഷേകമില്ലാത്ത പരിച തന്നെ. അത് അവിലാപകാര്യമാണ്. ശൗല് മരിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് അനുഗീതം പാടുക. എനിക്ക് ആ ഭാഗമൊക്കെ നിന്ന് പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇത്രയും സമയം അനുവദിച്ചതിന് നിങ്ങളെ അഭിനന്ദിക്കും. നിങ്ങൾ ചിന്തിക്കാം പുള്ളി പിന്നെയും തുടങ്ങുകയാണോ എന്നാ. അതല്ല, അതില്ല. ഇഷ്ടമുള്ള ഭാഗമായതുകൊണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ തന്നെ നിർത്തുക. അതെല്ലാം വിവരിക്കുന്നില്ല. അതിൽ ഓരോ വാക്കെടുത്ത് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അവൻ ഈ വചനം ഇതുപോലെ ആസ്വദിക്കുന്നിടത്ത് എനിക്കിഷ്ടമാണ്. ചുമ്മാ ബഹളവും പിള്ളേരുടെ ഭാഷ പറഞ്ഞ ചുമ്മാ ബഹളവും ഓരോ ആക്കുന്ന കാലമുണ്ട്. അത് തുറവിന് തീ പിടിക്കുന്നത് പോലെ. തുറവിന് തീ പിടിച്ചാൽ പുറപ്പെടാതെ പൊട്ടും അടുത്തോട്ട് അടുക്കാൻ നോക്കത്തില്ല. പക്ഷെ കുറച്ചൊരു 2 ദിവസം കഴിഞ്ഞ ചാരം മാത്രം അങ്ങനെ ഭയങ്കര നമ്മൾ പറയാം ഭയങ്കര സാന്നിധ്യമാണ്. എന്തോ അന്തരീക്ഷമാണ്. എന്തോ പുള്ളി പറഞ്ഞു, പുള്ളി ഇനി പറയാനൊന്നുമില്ല. അതേസമയം ചില തീ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. നല്ല പൂവത്തും പറകൊക്കെ വെച്ചൊന്ന് കത്തിച്ച് നിന്ന് കത്തും. അത് കെടുത്തി കഴിഞ്ഞാൽ കനല് കാണും. 2 ദിവസം കഴിഞ്ഞാലൊന്ന് ചെറുതായിട്ടൊന്ന് ഊതിച്ച് തെളിഞ്ഞു വരും. അത് ഗുണമാണ്. എന്ന് പറഞ്ഞ പോലെ വചനം ഇതുപോലൊക്കെ തല മരിച്ച ആൾക്കാരെ കാണുന്ന നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കറിയാം ആരൊക്കെ ആസ്വദിക്കുന്നുണ്ടാക്കി. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. അരിഷ്ടനും മനസ്സ് തകർന്നതിനും വചനത്തിൽ പുറക്കുന്ന മനുഷ്യനെ കടാചിക്കുന്നത്. അതുകൊണ്ട് ദേവദാസന്മാരിലൊക്കെ വചനം ഉൾക്കൊണ്ട് ആസ്വദിക്കുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് പറയാൻ. അങ്ങനെ ഞാൻ 9 നിർത്തുകയാണ്. സ്തോത്രം. അപ്പൊ ഈ ശൗല് മരിച്ചപ്പോൾ ദാവീദ് വിലാപകാവ്യം പാടുക. അവൻ യഹൂദ മക്കളെ അനുഗീതം അഭ്യസിപ്പിക്കാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിലെത്തി. ഇസ്രായേലേ നിന്റെ പ്രതാപമായവൻ, തോൽപ്പൊക്കമുള്ളവൻ, നിന്റെ ഗിരികൾ നിഗളന്മാരായി പട്ടുപോലെ ഞാൻ ചോദ്യമിട്ടാ പറയുന്നത്. അത് പറഞ്ഞ ഗത്തിൽ പ്രസിദ്ധപ്പെടുത്തരുത്. അസ്കലോൻ വീതികളിൽ ഘോഷിക്കരുത്. ഫെലിസ്ത്യ പുത്രിമാർ ഒറ്റവാക്കി പറഞ്ഞ നിർത്താം. അതിനെ ഇപ്പൊ സമയം വെക്കുള്ളൂ. ഈ ഗത്തിലും അസ്കലോനിലും ഒന്നും ഇങ്ങനെ അറിയരുത് എന്ന് ശൗൽ ഇങ്ങനെ മരിച്ചത്. ആൺമനെ തെളിയിക്കാൻ നോക്കി ഒക്കാതെ വന്നപ്പോൾ അമാലിനെ വെട്ടിക്കൊന്ന് നമ്മുടെ രാജാവ് ചത്തെന്ന് ഗത്തികാരും അസ്കലോൻകാരും ഒന്നും അറിയരുത്. കാരണം പറയാം,
ഗത്തിന്റെ 5 പട്ടണമാ, 5 പട്ടണത്തിൽ 2 പട്ടണമാ ഗത്ത് മസ്കലോനും, പിന്നെ എക്രോനും ഗസായും ഒക്കെ. അപ്പൊ ഈ ശൗലി അഭിഷേകം പ്രാപിച്ച് തൈലാഭിഷേകം പ്രാപിച്ച് ശുശ്രൂഷയ്ക്ക് വന്ന ആരംഭ സമയത്ത് ഗത്തിലും അസ്കലോനിലുമൊക്കെ ജയമെടുത്ത സ്ഥലമാണ്. ഞാൻ ആ വാക്യങ്ങളെല്ലാം എടുത്ത് അടുക്കടുക്കായിട്ട് പറയേണ്ടതാ, അങ്ങോട്ട് പോകുന്നത്. ആരംഭ സമയത്ത് ഗത്തിലും അസ്കലോനിലും എല്ലാം ജയമെടുത്ത സ്ഥലമാണ്. അതുകൊണ്ട് അവരാരും അറിയരുത് ഇങ്ങനെ ആ ചത്തത് നാണക്കേട്. മനസ്സിലായോ? ഇതിനകം ഇന്ന് രാത്രി പ്രസംഗിച്ചതിന്റെ ആത്മീയ പാഠം 1-2 പാഠമാണ് നിങ്ങളത്. അത് കുറിക്കും വേണം. 1, സംസാരം വളരെ സൂക്ഷിച്ചോണം. 2, കള്ളം പറയരുത്. 3, അനുദമിച്ച് ക്രമീകരണത്തോടെ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും പ്രതിഫലമുണ്ട്. 4, വിശ്വസ്തരായിട്ട് നിൽക്കണം. 5, ആരും പരിഭ്രമിക്കരുത്. സ്തോത്രം, സ്തോത്രം. 7, നിനക്കൊരു സ്ഥാനമോ കസേരയോ ദൈവത്താൽ വന്നാൽ ആ കസേരയും പൊസിഷനും വെച്ച് ആരെയും പീഡിപ്പിക്കരുത്. വിനയപ്പെട്ടോണം, വിനയപ്പെട്ടോണം. ദൈവം നമ്മെ ആക്കിയതാണ്. നിങ്ങൾ ഓർക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വലിയ കൃപയും അനേകം ദൈവമക്കളുടെ പ്രാർത്ഥനയുള്ളത് കൊണ്ടാണ് ഈ സമയം വരെ ആയിരിക്കുന്നത്. ഇനിയും മുൻപോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ആവശ്യം. എപ്പോഴും ഒക്കത്തില്ലെന്നെങ്കിലും ഓർക്കുന്ന സമയത്ത് ഈ കുടുംബത്തെ ശുശ്രൂഷകരെ, വിശേഷിച്ച് ശുശ്രൂഷകർക്ക് പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. നമുക്ക് വിശ്വസ്തരും വിശുദ്ധരുമായിട്ട് ജീവിക്കണം. കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. എല്ലാവരും ഒന്ന് സമർപ്പിച്ച ഒരു പഴയ പാട്ടിന്റെ 2 ലൈനേ പാടുന്നുള്ളൂ. അതിന് ഇന്ന് സമയമുള്ളൂ. അങ്ങനെ കൃത്യം 9:30 2 മിനിറ്റ് ഉണ്ടല്ലോ. അപ്പൊ ഒരു വരി പാടും. ആദിമാസ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞു പോയി. ആദിമാസ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞു പോയി. ദൈവവിശ്വാസമോ കേവലം പേരിനു മാത്രമാണ്. വന്നാലും നിന്നാലും വന്നാലും ഈ ഭാവിയെ
സൂക്ഷിപ്പാൻ ദൈവം കൃപ നൽകി. ക്ഷണിച്ച ബഹുമാന്യ കർത്തദാസന്റെ സഭയ്ക്കും പിതാക്കന്മാർക്കും മാതാക്കൾക്കും ക്ഷണിച്ച